വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനെന്നും ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിക്കും, പക്ഷേ മടി കാരണം പിന്നെ സമയമില്ലാത്തതിൻ്റെ കാരണവും ഞാനിങ്ങനെ ലാഗാക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചു. അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പം റൂട്ടീനെല്ലാം മാറിയല്ലോ, കുഞ്ഞി രാത്രി ഉറങ്ങൂല. അപ്പം ഞാൻ എൻ്റെ ടൈമിൽ ഒരു 3:30-4 മണിയാവും ഉറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഓൾ 5 മണിക്ക് ഇനിയും എണീക്കും. അങ്ങനെ ഉറക്കമൊന്നും ക്ലിയർ ഇല്ല, അങ്ങക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ണെല്ലാം. ഇപ്പോൾ സമയം 10 മണി ആയിട്ടുണ്ട്. ഞാൻ ഹസ്ബൻഡിലെല്ലാം നേരത്തെ ചായയും ഫുഡെല്ലാം കൊടുത്തിട്ട് വിട്ടു കേട്ടോ. ആൾ ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ മഴയിലല്ലേ, 2 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയെന്ന്. പിന്നെ അലാറം വെച്ചിട്ട് സൈലൻ്റ് ആയിപ്പോയി. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അടുക്ക് കുറച്ച് സമയം കിട്ടും, 5 മിനിറ്റ് കഴിയിട്ടു എന്ന് പറഞ്ഞിട്ട് ലേറ്റാക്കി. എന്നിട്ട് ഇപ്പം പോയത് കേട്ടോ. ഒരു 10 മണി ആയിട്ടുണ്ടായിരുന്നു പോകുമ്പം തന്നെ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ചായയെല്ലാം കുടിച്ചിട്ട് ആൾ പോയി, പണിക്ക് പോയി. നിങ്ങളവിടെ ഇപ്പം മഴ ഇപ്പം കുറച്ച് മഴ നിന്നിട്ടുണ്ട്. പിന്നെ സാധനങ്ങളൊന്നും ഒന്നും ഉണങ്ങുന്നില്ലല്ലോ, തുണിയും കുപ്പായൊന്നും ഉണങ്ങുന്നില്ലല്ലോ. പിന്നെ പെല്ലുവിൻ്റെ സോക്സ് ഉണങ്ങിയിട്ടില്ല. അപ്പം ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കൊടുത്തിട്ടതാണ് കേട്ടോ. പിന്നെ എന്നത്തെയും പോലെ ഞാൻ വെള്ളം കുടിച്ചിട്ടാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പാൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പാൽ കൊടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കുടിച്ചിട്ടേ പാൽ കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം അത്യാവശ്യം വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഫോണും പിന്നെ പവർ ബാങ്കെല്ലാം ചാർജിന് കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ് കേട്ടോ. ഒരു ടീ പോയിൻ്റെ മേലിൽ കുറച്ചാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന്. അപ്പം ഒരു ടീ പോയിൻ്റെ മേലിൽ ചെറിയൊരു സ്പേസാണ്. അപ്പം ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ടാട്ടോ, ഒരു ഫോൺ ഹോൾഡറില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്ത് വെക്കും. ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇവിടുന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യാറ് കേട്ടോ. ഇങ്ങനെ പിന്നെ ഞാനിത് ഇന്നലെ ആക്കിയ സാധനമാണ് കേട്ടോ. ക്യൂട്ടാക്കാൻ നോക്കിയതാണ്, പക്ഷെ എന്തോ ഒരു പശക്ക് പോലെ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി വന്ന ക്ലേസിനെ കൊണ്ട് ഈ ഒരു സാധനം ആക്കിയത് എന്താന്ന് പോലെ അറിയില്ല. അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചാർജും കാര്യങ്ങളൊന്നും പോകില്ല. അപ്പം പവർ ബാങ്കും കാര്യങ്ങളൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിക്കാം. കുറച്ച് സമയമായി വെള്ളം കുടിച്ചിട്ട്. എണീച്ചാൽ തന്നെ ഞാൻ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു ചടപ്പാണ്, പിന്നെ മടി വരും. അതുകൊണ്ട് വേഗം തന്നെ ബെഡും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞാനിവിടെ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സംഭവം നേരത്തെ ഞാൻ ഹസ്ബൻഡിന് കോഫി ആക്കി കൊടുക്കുമ്പോൾ തന്നെ വെച്ചതാണ്, പക്ഷെ അത് തണിഞ്ഞു പോയി. അപ്പം ഇനിയൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കോഫി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നെയ്യപ്പാണ് കേട്ടോ. നമ്മൾ രാവിലെ നെയ്യപ്പെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല, എൻ്റെ ഉറക്കൊന്നും ക്ലിയർ ഇല്ലല്ലോ, അപ്പോൾ എന്നെ വിളിക്കലുമില്ല. പിന്നെ കറി മത്തിക്കറിയാണ്. അങ്ങനെ ഞാൻ ഈ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചുണ്ടിൻ്റെ ഇവിടെ വായ്പുണ്ടുണ്ടല്ലോ, അതായിട്ട് ഭയങ്കര സീനാണ്. അപ്പം എരിവിലെ കറിയെല്ലാം കൂട്ടുമ്പോൾ ഭയങ്കര ഒരു. പിന്നെ കുഞ്ഞിനെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണിച്ചു തരാം. ആളിവിടെ നല്ല ഉറക്കിലാണ് കേട്ടോ. ഇതാണ് എൻ്റെ പൊന്നുമോള്. നാളെന്തല്ലോ എക്സ്പ്രഷൻ ഇട്ടിട്ട് ഉറങ്ങി. രാവിലെ ഭയങ്കര ഉറക്കാണ് വാവ. പിന്നെ ഇപ്പം മഴയല്ലേ, അപ്പം തണുപ്പിൽ നല്ല ചുരുണ്ട് കൂടിയിട്ട് കിടക്കിയതല്ലേ ഡിസ്റ്റർബ് ആക്കുന്ന വിചാരിക്കുന്നുണ്ടാവും. റൂട്ടീൻ മാറിയിട്ടൊന്നുമില്ല. ജനിച്ചപ്പോൾ തൊട്ടേ രാവിലെ ഭയങ്കര ഉറക്ക്. ഞാൻ വിചാരിച്ച് കുറച്ച് കഴിയുമ്പോൾ മാറുമെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, അവളെ ഇഷ്ടത്തിന് അവൾ ഉറങ്ങട്ടെ. കുറച്ച് സമയമായി ഉറങ്ങുന്നതിന് ഞാൻ എണീപ്പിച്ചിട്ട് പാലെടുക്കട്ടെ. കണ്ടോ, എണീക്ക് പൊന്നെ, എത്ര സമയമായി ഉറങ്ങുന്നു വാവാ. എന്നാൽ ഞാൻ പാല് കൊടുത്തിട്ട് വരാം കേട്ടോ. കുറേ സമയം ഇപ്പം മഴ ആയിക്കൊണ്ട് ഭയങ്കര ഉറക്കാണ്. എണീക്കലേ ഇപ്പം എണീപ്പിച്ചിട്ട് ആ പാല് കൊടുക്കല്, അല്ലെങ്കിൽ ഇങ്ങനെ കരയലാണ്. 2 മണിക്കൂർ കൂടുമ്പോൾ കരയും, അങ്ങനെ കൊടുക്കലാണ്. പിന്നെ ഞാൻ ഈ ഫാൻ ഇട്ടിട്ടില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര തണുപ്പല്ലേ. പിന്നെ കുഞ്ഞിന് ചീതം പിടിക്കേണ്ട വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരു ഈച്ച ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പം ഓളെ നെറ്റ് ബെഡിൽ അല്ലെങ്കിൽ തൊട്ടിൽമേറ്റ് മാറ്റണം. അങ്ങനെ പാല് കൊടുത്തിട്ട് ഞാനിവിടെ നെറ്റ് ബെഡിൽ കിടത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചുണ്ട് ഇതായിക്കൊണ്ട് എൻ്റെ ഒരു ഇവിടെ ഭയങ്കരമായിട്ട് വീർത്തിട്ടുണ്ട്. ഭയങ്കര പെയിനുണ്ട് കേട്ടോ എനിക്ക്. അല്ലെങ്കിൽ പൊതുവേ ഈ ഒരു വായ്പുണ്ണ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവാറുണ്ട്. പിന്നെ പ്രഗ്നൻസി ടൈമിൽ വിറ്റാമിൻ ഗുളിക കഴിക്കുന്നതുകൊണ്ട് അപ്പം അങ്ങനെ കുറേ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പം ഇനിയും തുടങ്ങി. പിന്നെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് എന്താ,
ബേപ്പ് ചെയ്യാനാണ്. ഓരോരിക്കലും പെട്ടെന്ന് ഗ്യാസ് പോകും. ഇങ്ങനെ പാല് കൊടുത്തിട്ട് നമ്മൾ തോളത്തിട്ടവാൾ തന്നെ പെട്ടെന്ന് ഗ്യാസും. ഓരോരിക്കാണെങ്കിൽ എത്ര തട്ടിയാലും മുട്ടിയാലും ഗ്യാസ് പോകില്ല. അപ്പം പെട്ടെന്ന് ഗ്യാസ് പോകാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ പാല് കൊടുക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ല പൊതുവേ പറയാറ്. ഞാൻ വെള്ളം കുടിച്ചിട്ട് തന്നെയാണ് പാല് കൊടുക്കാറ്. അപ്പം പെട്ടെന്ന് അവരെ കുഞ്ഞിൻ്റെ ഗ്യാസ് പോകുന്നതാണ്. ഞാനിങ്ങനെ പില്ലോ വെച്ചിട്ടാണ് ഇരിക്കാറ് കേട്ടോ, ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷെ എനിക്ക് ബാക്ക് പെയിൻ വരാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നി, പണ്ട് മുതലേ ഞാൻ ഇങ്ങനെ കുറേ പിള്ളേർക്ക് മൈലാഞ്ചി ഇട്ടെടുക്കലുണ്ട്. നമ്മൾ ഈദിനെല്ലാം തലേ ദിവസം കുറേ പിള്ളേർ വരുമല്ലോ, അങ്ങനെ മൈലാഞ്ചി ഇട്ടെടുക്കലുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് ചെറുങ്ങനെ നടുവേദന എടുക്കലുണ്ട്. ഒരു ഈച്ച കുറേ സമയം കളിക്കുന്നു. പിന്നെ കുഞ്ഞിനെ അവിടെ കടത്തിക്കൊണ്ട് ഇങ്ങനെ മൈലാഞ്ചി ഇട്ട് കൊടുക്കും, കുറേ ടൈം ഇട്ട് കൊടുക്കലേല്. അങ്ങനെ വന്നതാവാന്നാണ്. അപ്പം ആയുർവേദമാണ് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം കുറച്ച് നീർക്കെട്ടും ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്കിന് ചെറിയൊരു ഗ്യാപ്പാണ് അവസ്ഥ. കറണ്ടും കളിക്കുന്നുണ്ട്, മഴയല്ലേ, ഇപ്പം കറണ്ട് പോയിക്കൊണ്ട് നിൽക്കലാണ്. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മെഹന്തിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അധികം നേരം കുമ്മിനി ഇരുന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാട്ടെ, കുറച്ച് നടുവിൽ നിവർത്തി നിൽക്കുക. എന്നെ പോലെ ഇങ്ങനെ മൈൻഡ് ആക്കാണ്ടിരുന്നതിനാൽ കുറച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിക്ക് കൂടിയിട്ട് നല്ല പെയിന് വരും കേട്ടോ. പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പെയിന് ഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ളത്. അതിന് മുമ്പേ പെയിൻ ഉണ്ട്. അപ്പം കല്യാണം കഴിയുന്നതിന് മുമ്പേ ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം വന്നിട്ടുള്ള പെയിനാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ, ബാക്ക് പെയിനിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. പിന്നെ ഞാൻ വാളിനൊട്ടിച്ച ഈ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, കാണിച്ചു തരാം. അപ്പം അത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ. ഞാനൊരു സ്റ്റിക്കറിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടായിരുന്നു മുന്നേ. അപ്പം ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ വാളിനൊട്ടിച്ചത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ജസ്റ്റ് 130 rupees എങ്ങാണ്ട് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കണ്ടില്ലേ, ഇത് ഞാൻ തന്നെ ഒട്ടിച്ചതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്ത് രീതിക്ക് ഒട്ടിക്കാനാണ്, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ലൈന് പോലെയാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ മേലിൽ ആ ഒരു ലൈറ്റും കൊടുത്തു കേട്ടോ, ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് കൊടുത്തതാണ് ആ ഒരു ലൈറ്റ്. അതും മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. കണ്ടില്ലേ, ഭയങ്കര തിന്നാണ് ആള്. ഇപ്പോൾ ഇത് ഞാൻ കുറച്ചായി ഒട്ടിച്ചിട്ട്. ക്വാളിറ്റി ഇല്ലാത്ത സാധനമൊന്നുമില്ല, അടിപൊളി ക്വാളിറ്റിയാണ്. ജസ്റ്റ് 130 rupees 50 meters 50 meters ആണ്. സ്റ്റിക്കർ പറഞ്ഞു പോകുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഭയങ്കര തിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചതാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കട്ടെ. അടിപൊളിയാണ്, സംഭവം അടിപൊളിയാണ്, അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ കാണാൻ നല്ല വൃത്തിയാണ് കേട്ടോ. പിന്നെ മോൾ ഉറങ്ങുന്ന ടൈമിൽ ഞാനിപ്പം ഉറങ്ങണമെന്ന് വിചാരിക്കും, പക്ഷെ ഉറങ്ങാനേ കഴിയില്ല. പക്ഷെ ഇന്ന് കുറച്ച് സമയം ഉറങ്ങട്ട്, കാരണം ഭയങ്കര എന്തോ ക്ഷീണം പോലെ ഉണ്ട് കേട്ടോ. ഉറക്കം ക്ലിയർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഒരു ദിവസം ഉറങ്ങിയിട്ടില്ലെങ്കിൽ തന്നെ കാര്യം കട്ടപ്പുകയല്ലേ. അപ്പം ഞാൻ കുറച്ച് സമയം ഉറങ്ങട്ട്. അപ്പം ഉറങ്ങി എണീച്ചിട്ടെല്ലാം നമുക്ക് കാണാം കേട്ടോ. പിന്നെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലാണ്, അതെല്ലാം ചെയ്യണം. ഓക്കെ, എണീച്ചിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് കിടന്നതാണ്, ഉറക്കം വരെയിട്ട് ഞാൻ എണീച്ച്. പിന്നെ കുറച്ച് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അങ്ങനെ അതെല്ലാം ചെയ്തു. എനിക്ക് എഡിറ്റ് ചെയ്യാൻ വലിയ കുഴപ്പമില്ല, പിന്നെ വോയിസ് ഓവർ എടുക്കണമല്ലോ ബാക്ക്ഗ്രൗണ്ടായിട്ട്. അപ്പം അതാണ് കുറച്ച് ടാസ്ക്. പിന്നെ മോൾ എണീക്കും. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ Q&A വീഡിയോയിൽ. അതിന് പ്രോപ്പറായിട്ടുള്ള Q&A ഒന്നല്ല ചെയ്തത്. നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ മഴ ഇപ്പം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, എണീച്ചിട്ടുണ്ട്. ഇവളെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഇപ്പം വായി കൈയിട്ട് ഛർദ്ദിക്കാൻ എന്നുള്ളതാണ്. ഹായ് പറഞ്ഞ ഫിലു, ഹായ് പറഞ്ഞേ. ഹായ് കണ്ട, അവള് തിരക്കിലാന്ന്, വായി കൈയിട്ട് ഛർദ്ദിക്കേണ്ട തിരക്കില്ല അവള്. പിന്നെ ആദ്യം സ്ക്രീനൊന്നും കാണിക്കുന്നില്ല ഫിലുവിന്, വെറുതെ അഡിക്റ്റ് ആവണ്ട. തുണിയാ വെച്ച് കൊടുക്കല്. അങ്ങനെ ഇവള് മൂത്രം വെച്ചിട്ട് പിന്നെ ഡ്രസ്സിലെല്ലാം ആയി. അപ്പോൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കി. അപ്പം രാത്രി മാത്രമേ ഞാൻ ഡയപ്പർ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ മോക്ക്. ഇപ്പം മഴയിലായിക്കൊണ്ട് ഇനി ചിലപ്പം ഡയപ്പറിലോട്ട് മാറേണ്ടി വരും, കാരണം തുണിയൊന്നും ഉണങ്ങുന്നില്ല. ഇന്നലെ ആറിയിട്ടതുപോലെ ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അധികം ഡയപ്പർ യൂസ് ചെയ്യാറില്ല, ചെറിയതല്ലേ, 3 മാസത്രയല്ല. വീട്ടിൽ പോയപ്പോൾ ഞാനൊരു ഡയപ്പർ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാമ്പേഴ്സിൻ്റെ 2 പീസ് വരുന്ന സ്മോൾ സൈസ് ഡയപ്പറാണ് കേട്ടോ. ഇപ്പം ന്യൂ ബോൺ ഭയങ്കര ചെറുതായി മോക്ക്. അപ്പം ഈ ഒരു ഡയപ്പർ തൽക്കാലം വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ കറന്റ് ഈ കഡിൽസിൻ്റെ ഈ ഡയപ്പറാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ അത് നല്ല ഡയപ്പറാണ് കേട്ടോ. അത് തീർന്നു പോയതുകൊണ്ട് ഞാൻ ഈ ഒരു പാൻസ് വാങ്ങിച്ചു കേട്ടോ. പാമ്പേഴ്സിൻ്റെ 2 പീസ് വരുന്ന പാൻസ് വാങ്ങിച്ചു. ചോറിന് രാവിലത്തെ മീൻകറിയും അതുപോലെ തന്നെ മത്തി പൊരിച്ചതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചോറ് വയ്ക്കാട്ടോ. ഇതെന്താണ് ഈച്ചേ? അല്ല, ഉലുവ. അവൻ ചീച്ചയാണ്, ഉലുവ കരിഞ്ഞു പോയതാണ്. നമുക്ക് വായ്പുണ്ടായിക്കൊണ്ട് പെട്ടെന്ന് 20 തട്ടും.
കഴിച്ചു ഇനി ഇതിന് ഫുഡ് വേസ്റ്റിന് കാത്തിക്കുന്ന 2 പേരുണ്ട് ഇവിടെ. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. കുറച്ച് ചോറും പരക്കിയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കണ്ട. ഇവരാണ് ആ 2 പേര്. ഭയങ്കര ഒച്ചപ്പാടാണ്. അങ്ങോട്ടേക്ക് അയ്യോ പഠിച്ചാണേ. എടാ തിന്നോ, തിന്ന്. പിന്നെ ഞാൻ എൻ്റെ പേജിൽ സെയിൽ ചെയ്യുന്ന അടിപൊളി ബോഡി സ്യൂട്ട് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അത് സൈസ് വന്നിട്ട് 3 to 6 month വരെയുള്ള ഒരു സൈസാട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഹാൻഡ് സ്റ്റോക്ക് ആയിട്ടുള്ളത് 3 പാറ്റേണിലാണ് കേട്ടോ ഉള്ളത്. ഒന്നതാ ഈ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളത്, പിന്നെ ഈ ഒരു ലൈൻ വന്നിട്ടുള്ളത്, പിന്നെ ഈ ഒരു പാറ്റേണിലാട്ടോ വരുന്നത്. നല്ല അടിപൊളി ബോഡി സ്യൂട്ടാണ്. ഫുൾ സ്ലീവ് ആണ്, അതുപോലെ തന്നെ ബട്ടൺ ക്ലോഷർ ആണ്. പിന്നെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്, പറയാതിരിക്കാൻ വയ്യ. ജസ്റ്റ് 150 rupees ഒരു പീസിന് വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഞാൻ താഴെ കൊടുക്കുക, അതിൽ മെസ്സേജ് ചെയ്താൽ മതി. അങ്ങനെ മോളെ രാവിലെ കുളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഓൾ നല്ല ഉറക്കാൻ എങ്ങനെ എണീക്കുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ കുളിച്ചു കൊടുത്തത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ബോഡി സ്യൂട്ട് വരുന്നത്. വേണ്ടവർ എന്തായിട്ടും മെസ്സേജ് ചെയ്യാം കേട്ടോ. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും സമയം 5:45 ആയിട്ടുണ്ട്. എല്ലാവരും ചായ കുടിക്കുന്നു. ടീ ടൈം ആണല്ലോ. അപ്പം 5 മണി 4 മണിയാണ് ടീ ടൈം. നമ്മളിവിടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ, സമയം കാലമൊന്നുമില്ല. പിന്നെ ഞാൻ ഈവനിങ് ഒന്നും കഴിക്കാറൊന്നുമില്ല. ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്ന് കോഫി ഉണ്ടാക്കി, പിന്നെ ബ്രെഡ് പീനട്ട് ബട്ടറിലും കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. പീനട്ട് ബട്ടർ ബ്രെഡിലും കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമുള്ള സംഭവം നല്ല പീനട്ട് ബട്ടർ, എന്നാലും ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് കഴിച്ചു. ഓക്കെ. പിന്നെ ഉപ്പ വന്നേരം ഇനിയും ചായ കൂട്ടി കേട്ടോ. ഇവർ 2-3 പ്രാവശ്യം ചായ കുടിക്കും. അങ്ങനെ അതിൽത്തുനിന്ന് ഞാൻ കുറച്ച് കടലയിലെടുത്ത് തിന്ന്. പിന്നെ ഞാൻ പോയിട്ട് കുളിച്ചിട്ടെല്ലാം വന്ന്. ഞാനിപ്പം ഈവനിങ് അന്നത്തെ കുളിക്കൽ. ഇന്ന് കുറച്ച് ലേറ്റായി. പിന്നെ രാത്രിത്തെ ഫുഡ് എന്ന് പറയുന്നത് മാന്തക്കറി ആട്ടാ. അങ്ങനെ മാന്ത മറ്റേ എൻ്റെ അനിയത്തി തൊലിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ മീൻ മുറിക്കാനൊന്നും അറിയില്ല, കറിയാക്കാനറിയാം, പക്ഷെ മീനൊന്നും മുറിക്കാൻ അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ കറിയാക്കാൻ വിചാരിച്ച് അതിൻ്റെ അടുക്കുന്ന കുറച്ച് ചോക്കോസെല്ലാം എടുത്ത് തിന്ന്. പിന്നെ ആമൻ്റെ അടുന്ന് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു ഹാഫ് ചക്ക. മറ്റേ എന്താ വലിയാത്ത ചക്കയല്ലേ, വരിക്കച്ചക്ക, അത്. അപ്പം മറ്റേ ചക്ക ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് ഇഷ്ടമല്ല, എനിക്കത് തൊണ്ടയ്ക്ക് പിടിക്കലാണ്. അപ്പോൾ ഞാൻ ഈ വരിക്കച്ചക്ക എടുത്ത് കഴിച്ചു. ഈ വർഷത്തെ 2ാമത്തെ ചക്കയാണ്, അതും വരിക്കച്ചക്ക കിട്ടിക്കൊണ്ട് നല്ല ഹാപ്പിയായി. കളറില്ലാന്നെങ്കിലും പക്ഷെ നല്ല മധുരം കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചക്ക കഴിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ നൈസായിട്ട് മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രിത്തെ ഫുഡ് ദോശയും മീൻകറി ആക്കിയിട്ട് അങ്ങ് കഴിച്ചു കേട്ടോ. പിന്നെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാളെ രാവിലെ വേഗം പണിക്കോണമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് ഉറങ്ങി, കൂടെ എൻ്റെ മോൾ ഉറങ്ങി. ഈ ഉറക്കൊന്നും നോക്കണ്ട, ഒരു 4:30 മണിയെല്ലാം ഓളെനിയോ എണീക്കൂട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.